നിങ്ങൾ ഈ കാണുന്നത് റോയൽ പാമിൻ്റെ ഒരു പൂക്കുലയാണ്. അപ്പോൾ തേനീച്ചകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ പോളൻസും നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറിയക്കടെ പാറിപ്പറന്ന് നടക്കുന്നത് ഇങ്ങനെ കാണാം. ഈ ഷോട്ടിൻ്റെ അവസാനം ഇവിടെ അടുത്തുള്ള ചിലന്തി വലകളിലൊക്കെ ഈ പോളൻസ് പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ റോയൽ പാമിൻ്റെ താഴെയായിട്ട് അരിപ്പൊടി തൂക്കിയിട്ടേക്കണ മാതിരിയാണ് ഈ പൂമ്പൊടി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂവമ്പ് പൊട്ടി വീണിട്ട് അധികം സമയം ആയിട്ടില്ല. പൂവമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂക്കുലയൊക്കെ അങ്ങോട്ട് കവർ ചെയ്ത് വെച്ചേക്കുന്ന കവറിനാണ് പൂവമ്പ് എന്ന് പറയുന്നത്. അത് പൊട്ടി താഴെ കിടപ്പുണ്ട്. അപ്പോൾ ഈ റോയൽ പാമിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഷോർട്സിൽ നിന്ന് തന്നെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് അരിപ്പൊടി തൂകിയിട്ടേക്കണ മാതിരിയുള്ള പൂമ്പൊടി. ഇനി ഈ കിടക്കുന്നതാണ് ഇതിൻ്റെ പൂവമ്പ് എന്ന് പറയണ ആ ഒരു ഔട്ടർ കവറിങ്. നിങ്ങൾ മുകളിൽ കണ്ട പൂമ്പല മുഴുവൻ ഇതിൻ്റെ ഉള്ളിലാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ പൊട്ടുപൊട്ടു പോലെ ഈ ചിലന്തി വലയിൽ ഇരിക്കുന്നത് പൂമ്പൊടികളാണ്. അതുപോലെ തന്നെ ഈ കുളത്തിൽ ആ ഇലയുടെയൊക്കെ അടുത്ത് കൂടി കിടക്കുന്നതും പൂമ്പൊടിയാണ്. ഇനി ഈ പൂമ്പൊടിയുടെ ഒരു ക്ലോസ് അപ്പ് ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചകിരിനാര് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. കൂടുതലായിട്ട് നല്ല ഫൈബ്രസ് ആണ് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. എന്നാൽ അത് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പറന്ന് കിടക്കുന്ന ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും കൂടി. ഒരു പക്ഷേ ഒരു R&D ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഇത്.